നമസ്കാരം, ഞാൻ നിത്യ. എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ന്യൂമറോളജിയാണ്. അപ്പം നമ്മൾ കുറച്ച് നാളായി ന്യൂമറോളജിയെ പറ്റിയിട്ടൊന്ന് ചർച്ച ചെയ്തിട്ട്, അപ്പം നമുക്ക് ഇന്ന് സാറിനോട് ന്യൂമറോളജിയെ പറ്റിയിട്ടൊന്ന് ചോദിച്ചറിയാം. സാർ നമസ്കാരം. നമസ്കാരം. അപ്പം നമ്മുടെ ന്യൂമറോളജിയുടെ ഒരു പാർട്ടിൽ നമ്മൾ പേരുകളെ പറ്റിയിട്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്പർ പ്ലേറ്റുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം നമ്മൾ വാസ്തുപരമായിട്ട് നോക്കുമ്പോൾ നമ്മളൊരു വീടിന് പേരിടുമല്ലോ. ചിലർ വീടിൻ്റെ നാള് പേരിടും, വീട്ടിലെ ഏതെങ്കിലും ഇളയ കുട്ടിയുടെ പേരിടും. അങ്ങനെ നമ്മൾ പൊതുവേ കാണാറുണ്ട്. പണ്ടത്തൊക്കെ വീട്ടുപേരിലൊക്കെ മാറി ഒരുപാട് ഒരു മോഡേൺ ഒക്കെ ആയിട്ട് വീട്ടുപേരുകൾ വരുന്നുണ്ട്. അപ്പം ന്യൂമറോളജിയിൽ ഇതെങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു? വീട്ടുപേരുകളാണോ? ന്യൂമറോളജി സംസാരിക്കുന്നത് എനിക്ക് പേടിയാ. കാരണമല്ലേ, ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് എപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. വളരെ പേഴ്സണലായിട്ട് ആൾക്കാർക്ക് ഞാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ന്യൂമറോളജി എനിക്കൊരു വിഷമം കൊണ്ട് തന്നെ പറയണം. കാരണം ഇത് എനിക്ക് പ്രേക്ഷകരുടെ മുമ്പിലേ പറയാൻ പറ്റില്ല, അതുകൊണ്ട് പറയണം. ഞാൻ ഒരുപാട് വർക്ക് ന്യൂമറോളജി മറ്റുള്ള ആൾക്കാരെ പോലെയല്ല ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു ന്യൂമറോളജി സൈഡ് നോക്കും, അതിനെ ഹീബ്രു പിരമിഡ് സൈഡ് നോക്കും, അത് കഴിഞ്ഞ് അതിനെ ആസ്ട്രോ ന്യൂമർ സെക്ഷനിൽ നോക്കിയിട്ടാണ് ഒരു പേര് റിലീസ് ചെയ്യുന്നത്. 3 ഭാഗങ്ങളിൽ ഉത്തമമായിട്ടുള്ളൊരു ശബ്ദത്തിന് മാത്രമേ, ആ ഫ്രീക്വൻസി മാത്രമേ ഞാൻ അവർക്ക് അനുവദിക്കുന്നുള്ളൂ. കാരണം അമ്മ പാചകം ചെയ്യും പോലെയാണ്. അമ്മ എങ്ങനെയാണ് പാചകം ചെയ്യുക? അവരുടെ മക്കളും അവരുടെ ഭർത്താക്കന്മാരെയും വിചാരിച്ചുകൊണ്ട് അവർക്കിത് ഇഷ്ടപ്പെടും, അവർക്ക് ഉപ്പ് കൂടിയാൽ ഇഷ്ടപ്പെടില്ല, അവർക്ക് ഇത്തിരി എരി കൂടണം, എരി കുറയ്ക്കണം, ഇങ്ങനെ ഓരോ ആ മനസ്സ് മുഴുവൻ അമ്മ മുഴുവൻ സ്നേഹത്തോടെയാണ് ആ പാചകം ചെയ്യുന്നത്, അല്ലേ? അങ്ങനെയാണ് ആ മക്കൾക്ക് അതീവ രുചികരമായ ഭക്ഷണം തോന്നുന്നത്. കാരണം അമ്മയുടെ സ്നേഹം കൂടെ അതിനകത്തുണ്ടാവും. അത്രമാത്രമൊന്നും ഞാൻ ബിൽഡപ്പ് ചെയ്ത് പറയുന്നില്ല. ഞാനൊരാളെ അയാളുടെ പേര് സെലക്ട് ചെയ്യുമ്പോൾ അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഹീബ്രു ബേസിൽ എങ്ങനെ ഇരിക്കുന്നു, ആസ്ട്രോ സൈഡ് പോയിട്ട് ആസ്ട്രോ സൈഡിൽ ഈ ഗ്രഹം ഇയാൾക്ക് സപ്പോർട്ടാണോ, ഇയാൾ എത്ര ദിവസം കൊണ്ട് ഇയാൾ നമുക്ക് ട്രെൻഡ് ചെയ്തെടുക്കാം, എത്രയും വേഗം ഇയാളെ നമുക്ക് റെഡിയാക്കി എടുത്തേച്ച് നമുക്ക് അതിലൂടെ ഒരു പേരെടുക്കാം. ഇങ്ങനെ സാധാരണ എല്ലാ മനുഷ്യനെയും പോലെ തന്നെയാണ് ഞാനും ഇത് ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളിത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ, സാർ ആ പേര് എനിക്ക് വേണ്ട സാറേ എന്ന് പറയും. എൻ്റെ കാരണം ചോദിക്കുമ്പോൾ അടുത്ത വീട്ടുകാരന് ഇഷ്ടമില്ല, അച്ഛന് ഇഷ്ടമില്ല, അമ്മയ്ക്ക് ഇഷ്ടമില്ല, എനിക്ക്. അപ്പോൾ ന്യൂമറോളജി പ്രകാരം ഒരു പേര് ഞാൻ എല്ലാവരോടും പറയണം. എൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛനോടൊപ്പം എൻ്റെ പിതാവിൻ്റെ പേരും കൂടെ ചേർന്നൊരു പേരായിരുന്നു. പക്ഷേ ന്യൂമറോളജി പ്രകാരം ആ കൗണ്ടിങ് എനിക്ക് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യം വലിച്ചു കളഞ്ഞത് എൻ്റെ അച്ഛൻ്റെ പേരാണ്. അദ്ദേഹത്തിനോടുള്ള ബഹുമാനക്കുറവല്ല, ഇന്നും അദ്ദേഹത്തിൻ്റെ പേരിലാണ് എനിക്ക് ഒരുപാട് സ്വീകാര്യത പല ഭാഗത്തും കിട്ടാറുള്ളത്. പക്ഷേ ഫ്രീക്വൻസി ബേസിൽ നമ്മുടെ ജനന ദിവസവുമായി അത് അനുയോജ്യമാകുന്നില്ല. പക്ഷേ എൻ്റെ കൂടെ ജനിച്ചവർ പലരും അത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ അവർക്ക് ആ ഫ്രീക്വൻസി ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് അത് അനുയോജ്യമാവുന്നുണ്ടായിരിക്കും. സോ പർട്ടിക്കുലർലി എനിക്കത് ശരിയാവുന്നില്ല. സോ അങ്ങനെ ഒരു ധൈര്യമായിരിക്കണം ന്യൂമറോളജി ഉപയോഗിക്കേണ്ട ആൾക്കാർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് തരാൻ എനിക്ക് നിവൃത്തിയില്ല. ശരി, ചോദ്യത്തിലോട്ട് വരാം. ഇപ്പോൾ ന്യൂമറോളജി പ്രകാരം വീടിൻ്റെ പേര് വയ്ക്കുന്നത്, നിങ്ങൾക്ക് ഏത് പേരോടെ വീടിന് വയ്ക്കാം. പക്ഷേ വീടെന്ന് പറയുന്നത് എല്ലാ ഗ്രഹനില ഉള്ളവർക്കും വന്നു പോകാനുള്ളതാണ്. ഒരു വീട്ടിൽ തന്നെ പല രാശിക്കാരുണ്ടാവും, പല നക്ഷത്രക്കാരുണ്ടാവും. അപ്പോൾ അതിന് കോമൺ ആയിട്ട് ഒരു പേര് വയ്ക്കുക. അപ്പോൾ കോമൺ നമ്പർ എപ്പോഴും 5 എന്ന് പറയാറുണ്ട്. അപ്പോൾ വീട്ടിൻ്റെ പേരുകൾ എപ്പോഴും 5 വയ്ക്കുക. ഒരു കുഞ്ഞു പേരായിരുന്നാലും 14 23 32 41 ഒക്കെ 5 വയ്ക്കുമ്പോൾ എല്ലാ ഗ്രഹങ്ങൾക്കും ആ ഗ്രഹത്തിൽ, കാരണം ബുധൻ നടുനില ഗ്രഹമാണ്. സൂര്യൻ, ചന്ദ്രൻ, ഗുരു, രാഹു, ബുധൻ കഴിഞ്ഞ് ശുക്രൻ, കേതു, ശനി, ചൊവ്വ. അപ്പം നടുനില വഹിക്കുന്ന ഗ്രഹമാണ്. അപ്പം എല്ലാത്തിൻ്റെയും എനർജി ഇതിന് അക്സെപ്റ്റബിളായിരിക്കും. അപ്പം അതുകൊണ്ട് പൊതു പരിപാടികൾക്കെല്ലാം ഒരു 5ൻ്റെ സാന്നിധ്യം കൊണ്ടുവരണം. കാരണം അവിടെ പല ആൾക്കാരും വരുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ പല ഗ്രഹ നക്ഷത്രക്കാരുണ്ടെങ്കിലും 5 പേര് വയ്ക്കാൻ ശ്രമിക്കുക. ഒന്ന്. അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു ഓപ്ഷൻ, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അത് മിക്കവാറും ഹീബ്രുവിൽ ചെയ്യുന്നു വിടുന്നു. ഇപ്പോൾ കിഴക്ക് മുഖമായിരിക്കുന്ന വീടിന് എപ്പോഴും സൂര്യനുമായി ബന്ധപ്പെടുന്നവർ. അപ്പം നമ്മൾ പറയത്തില്ല കിഴക്കൻ, വടക്കൻ എന്നൊക്കെ പറയത്തില്ലേ? അതേപോലെ കിഴക്ക് മുഖമായി നിൽക്കുന്നത് അവനൊരു കിഴക്കനാ. 10 വീടിൻ്റെ കൂട്ടത്തിൽ അവൻ അറിയപ്പെടുന്നത് കിഴക്കനാന്നേ പറയുള്ളൂ. വീടുകൾ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ മറ്റേ കിഴക്കനല്ലേ, അങ്ങനെയല്ലേ പറയുള്ളൂ അവർക്ക് തമ്മിൽ സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ. ഇപ്പൊ മനുഷ്യർ പറയത്തില്ല അവൻ ഇത്തിരി വടക്കനാ, തെക്കനാ, കിഴക്കനെന്നൊക്കെ പറയില്ലേ. വടക്ക് ഫേസ് ചെയ്യുമ്പോൾ അത് വടക്ക് തന്നെ കൂടുതൽ ഉറിഞ്ചി എടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വാസ്തു വർക്കുകൾ നമ്മൾ ചെയ്യുമ്പോഴായിരുന്നാലും വടക്കിനെ ശ്രദ്ധിച്ച്, വടക്കിനെ കൂടുതൽ ബഹുമാനിച്ച്, വടക്ക് തരുന്ന വാഗ്ദാനങ്ങളെയും കൂടെ പരിശീലിച്ചിട്ടാണ് വടക്ക് ഫേസിങ് വീട് കെട്ടേണ്ടത്. അതേപോലെ വടക്ക് നോക്കിക്കുന്ന വീടിന് ന്യൂമറോളജി പ്രകാരം ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ അത് വടക്കിന് സാന്നിധ്യമുള്ളൊരു പേരും കൂടിയാണ് അത് കൊടുക്കേണ്ടത്. മീൻസ് ഇതിൽ ഫ്രീക്വൻസിയിൽ പേര് എന്ത് വേണോ. അതേപോലെ കിഴക്ക് മുഖമായി നിൽക്കുന്നത് കിഴക്കനാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, 10 വീടുകൾ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ വടക്കനെന്തിയെ ഇപ്പോൾ വരും, കിഴക്കനെന്തിയെ അല്ല ഇപ്പോൾ വരും. അങ്ങനെ അപ്പം വീടുകൾക്കുള്ളിൽ
ഈ പേര് ഏറ്റുവാങ്ങുന്ന പല വീടുമുണ്ട്. വടക്കൻ, കിഴക്കൻ, തെക്കൻ എന്നൊക്കെ പറഞ്ഞ വീടുകളുണ്ട്. അപ്പം തെക്ക് മുഖമായി നിൽക്കുന്ന വീടിന് തെക്കിന് അനുയോജ്യമായ ഒരു ഫ്രീക്വൻസി കൊണ്ടുവരിക. അതിന് സപ്പോർട്ട് ഫ്രീക്വൻസിയാണ്, അതാണ് ഹീബ്രു. മനസ്സിലായില്ലേ? ഇതിന് ആസ്ട്രോ സൈഡ് നോക്കേണ്ട ആവശ്യമില്ല വീടിന്. നിങ്ങൾ മാക്സിമം ന്യൂമറോളജി പ്ലസ് സെക്കൻഡ് ഓപ്ഷൻ ഹീബ്രു ബേസ് നോക്കിയാൽ മതി വീടിന്. ഒരു വീട്ടിൽ എന്ത് കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ വീടിന്റെ പേരിന് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ പണ്ട് വീടിന്റെ പേരിലായിരുന്നു ഒരുപാട് ആൾക്കാർ അറിയപ്പെടുന്നത്. കാരണം ഇല്ലന്റ് ലെറ്റർ എന്നുള്ളൊരു സംവിധാനം ഉണ്ടല്ലോ. അപ്പം എന്തിനാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, അതിന്റെ എനർജി അവിടെ ഇൻക്രീസ് ആവും. അപ്പം ആ വീടിന് പേര് വയ്ക്കുമ്പോൾ ആ പേരിനൊരു അർത്ഥം ഉണ്ടാവും. അതൊരു ചെറിയ രീതിയിൽ നമുക്ക് എടുക്കാം ന്യൂമറോളജിയിൽ. അതല്ലാതെ ഫ്രീക്വൻസി അപ്പോൾ അത് അന്ന് എപ്പോഴും ഉപയോഗിക്കേണ്ടത് ഇല്ലൻ്റെ ലെറ്റർ വരുമ്പോഴായിരുന്നാലും പുറത്ത് അഡ്രസ്സ് പറയും. പക്ഷെ ഇപ്പോൾ എല്ലാം നമ്മൾ ഓൺലൈൻ സംവിധാനങ്ങളാവുന്നത് കൊണ്ട് അതിൽ പേര് വീടിനൊരു പേരിടുന്നതിൽ വലിയ പ്രാധാന്യം കൊടുക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവരുടെ ആഗ്രഹം അവരുടെ വീട്ടിനൊരു പേരിടണം. അങ്ങനെയുള്ളവർ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ രീതികളിൽ നടുന്നില്ല. ഗ്രഹം ബുധൻ 5 വരുന്ന മനോഹരമായ ഫ്രീക്വൻസിയുള്ള പേരിടുക. അതിൽ ഏത് ദിക്കാണ് അതിന് അനുയോജ്യമായ ഒരു ഫ്രീക്വൻസി സപ്പോർട്ട് കൂടെ കൊടുത്ത് പേരിടുക. സാർ, നമ്മളിപ്പം വീടുകളുടെ പേരിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. ഇതുപോലെ വാഹനങ്ങൾക്ക് പേരിടുന്നതും ഇതുപോലെ ന്യൂമറോളജി എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, എന്തിനാണോ നിങ്ങൾ കൂടുതൽ അത് പ്രാവർത്തികമാകുന്നത് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു വാഹനത്തിന് ഒരു മനോഹരമായ ഒരു പേരിടുന്നു, മയൂരി എന്നുള്ളൊരു ബസ് വരുന്നു നിൽക്കുക. അത് കൃത്യസമയത്ത് കൃത്യമായിട്ട് ആ മയൂരി പോകുന്ന സ്ഥലങ്ങൾ, ആ മയൂരി വന്നോ വൈദ്യുതി എന്നോ മയൂരി എന്ന് ആവർത്തിക്കപ്പെടുമ്പോൾ ആ ഫ്രീക്വൻസി എനർജൈസേഷൻ ചെയ്യുന്നു, ആ ഫ്രീക്വൻസി. അപ്പോൾ അങ്ങനെയാണ് ആ ഇതിനെയും കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. പക്ഷേ അങ്ങനെയുള്ളൊരു കാര്യം ഇപ്പോൾ വാഹനങ്ങൾക്ക് പേരിടുന്ന സ്റ്റൈലൊക്കെ പോയി. പണ്ടൊക്കെ വാഹനങ്ങൾക്ക് പേരേ ഉള്ളൂ. പബ്ലിക് ട്രാൻസ്പോർട്ട് എന്തൊക്കെയാണെങ്കിൽ വാഹനങ്ങൾക്ക് പേരൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അതിന് ന്യൂമറോളജി ഉണ്ട് കേട്ടോ. അല്ലാതെ നോർമലി നമ്മൾ ചെറിയ ഒരു വാഹനങ്ങൾക്ക് ഒരു കുഞ്ഞു പേരൊക്കെ എഴുതി വെച്ച് ഇപ്പോൾ പോലീസിൻ്റെ വാഹനത്തിൽ പോലീസ് എന്ന് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ ന്യൂമറോളജി ഒക്കെ നടക്കുമോ? അപ്പോൾ അതൊരു വലിയ വിഷയമായി കാണണ്ട. പക്ഷേ വാഹനത്തിൻ്റെ നമ്പർ വലിയ മുഖ്യമാണ്. ഇവിടെ പല ആൾക്കാരും വാഹന നമ്പർ 4 നമ്പർ നോക്കുന്നുള്ളൂ. ഒരിക്കലും അത് ചെയ്യരുത്. KL01 അല്ലെങ്കിൽ KL02 KL03 എന്ന് പറഞ്ഞ് ഇങ്ങനെ തുടക്കം തൊട്ടേ ഉള്ള ഫ്രീക്വൻസി നോക്കിയാണ് വാഹനങ്ങളുടെ തിരഞ്ഞെടുക്കുന്നത്. കാരണം ഫോൺ നമ്പരും വാഹനത്തിൻ്റെ നമ്പരും വളരെ കൃത്യമായി പരിശോധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ന്യൂമറോളജി പ്രകാരം. കാരണം അതിന് ഒരുപാട് ഫലം എടുക്കാൻ പറ്റും. മനസ്സിലായി? നിങ്ങൾ വലിയ ഫലം എടുത്തില്ലെങ്കിലും അതിന് ഒളിഞ്ഞിരിക്കുന്ന അപകടമെങ്കിലും ചെക്ക് ചെയ്യാൻ ദയവ് ചെയ്തത് പരിശോധിക്കുക. വാഹനത്തിൻ്റെയും ഫോൺ നമ്പരും തീർച്ചയായിട്ടും പരിശോധിക്കണം. അത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ബേസ് ചെയ്താണ് പരിശോധിക്കേണ്ടത്. ഇപ്പോൾ 1-ാം തീയതി ജനിച്ച ഒരാൾക്ക് 8-ാം തീയതിയിൽ നിങ്ങൾ വാഹനത്തിൻ്റെ ടോട്ടൽ നമ്പർ വരുന്നെങ്കിൽ ഒരിക്കലും അയാളെ സപ്പോർട്ട് ചെയ്യില്ല. വാഹനത്തിൻ്റെ നമ്പർ 8 പക്ഷെ 8 ശനി അത് വാഹനവുമായി കണക്ട് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ വാഹനത്തിൻ്റെ നമ്പറാണ്. അപ്പം 2-ാം തീയതി ജനിച്ച ഒരാളാണ്, അയാൾ 9-ാം തീയതിയിൽ ഒരു വാഹനം വയ്ക്കാനുള്ള ഇടയ്ക്കിടയ്ക്ക് ആക്സിഡൻറ്റും ഒരസിലും വന്നുകൊണ്ടിരിക്കും. കാരണം 2, 9 ഒരിക്കലും ചേരില്ല. 9 എന്ന് വെച്ചാൽ തന്നെ റെഡാണ്, രക്തം. മനസ്സിലായില്ലേ? അപ്പോൾ ആ വാഹനത്തിന് 9 അത്ര അനുയോജ്യമായ നമ്പരല്ല. പോരാത്തതിന് ഈ 2-ാം തീയതിക്കാരനാണ് 9-ാം തീയതിയിലുള്ളൊരു വാഹനം ഉപയോഗിക്കുകയാണെങ്കിലോ? അപ്പോൾ ശരിക്കും ഇതൊക്കെ നമ്മളൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്ന പല ഭാഗങ്ങളിലും. കാരണം ഇപ്പോൾ സിറ്റി സൈഡിലൊക്കെ ഇപ്പോൾ സ്പീഡിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം 5-10 കിലോമീറ്റർ സ്പീഡിൽ ഇപ്പോൾ ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതല്ല പ്രശ്നം. മറ്റെന്തെങ്കിലും ഉരച്ചിലോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള വണ്ടിയിലൂടെയുള്ള ബിസിനസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നഷ്ടങ്ങളോ, വണ്ടിയിൽ യാത്ര ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റിമെൻറ്റും കൂടെ ഇതിനകത്ത് ഉപയോഗിക്കാം ന്യൂമറോളജിയിൽ. പിന്നെ ബിസിനസ് എപ്പോഴും നിങ്ങൾ എല്ലാ രീതികളിലും ഈ 5 തിരഞ്ഞെടുക്കുക. ഹോട്ടൽ നെയിംസ് ആയിരുന്നാലും ബിസിനസ് നെയിം ആയിരുന്നാലും. എന്നെ ചോദിച്ചാൽ ഫിലിമിന് പോലും അങ്ങനെ പേരിടാവുമെന്നാണ് ഞാൻ പറയുന്നത്. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. ഇപ്പം എങ്ങനെ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് എങ്ങനെ ഇത് നശിച്ചു പോകുന്നു വെച്ച് കഴിഞ്ഞാൽ, വംശനാശം വന്നുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആധുനികതയുടെ കടന്നുകയറ്റമാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ മെഡിസിൻ ലോബികൾ വന്ന് ആ തൊഴിലുറപ്പ് ഒരു പ്രത്യേക ഇതിൽ തുടങ്ങി. പക്ഷെ അതിന്റെ പിന്നിൽ മറിഞ്ഞിരുന്ന് ബെനിഫിറ്റ് എടുത്തത് മെഡിസിൻ ലോബികളാണ്. കാരണം തൊഴിലുറപ്പിലൂടെ കംപ്ലീറ്റ് നമ്മുടെ ഔഷധ ചെടികൾ നഷ്ടപ്പെട്ടു. അതേപോലെ തന്നെയാണ് കൺസ്ട്രക്ഷനിൽ നമ്മൾ തൊട്ടുള്ള പാരമ്പര്യമായി നമ്മൾ കൊണ്ടുവന്ന അതിസുന്ദരമായ രഹസ്യങ്ങളും അതിലൂടെ നമ്മൾ അനുഭവിക്കേണ്ട മനോഹരമായ വസന്തങ്ങളെ നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്നു. കാരണം അവരൊരു ലാപ്ടോപ്പും കൊണ്ടുവരുന്നു. ലാപ്ടോപ്പിൽ 3D 5D അവർ നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ എന്ന് കാണിച്ചു കൊടുത്ത് മനുഷ്യനെ മയക്കി അവരത് സമ്മതിപ്പിച്ച് അഡ്വാൻസ് ചെയ്ത് പോകുന്നു. അത് വാസ്തുദോഷം പേരുന്നു. അപ്പം അവരെന്തെങ്കിലും വാസ്തു നോക്കണം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ടെമ്പററി വാസ്തു കാണിച്ചുകൊണ്ട് വാസ്തു ഒക്കെയാണ്, എല്ലാം ഫൈൻ ഫിറ്റ് ആണെന്ന് പറഞ്ഞു. ഒരിക്കലും വീടെടുക്കുന്നവർ ന്യൂമറോളജി ഒക്കെ നോക്കുന്നതിനോ മറ്റ് സംവിധാനങ്ങൾ നോക്കുന്നതിന് വാസ്തു നോക്കണം. വാസ്തു നോക്കി വാസ്തു യോഗ്യമായ ഒരു പ്ലാൻ ആണെന്ന് 1-50 വട്ടം ചെക്ക് ചെയ്യണമെന്ന് കഴിഞ്ഞ ഏതോ 2-3 ബ്ലോഗിന് മുമ്പ് ഞാൻ അത് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെയാണ് ബിസിനസ് നെയിം എടുക്കുമ്പോഴും ന്യൂമറോളജിയിലൂടെ നല്ലൊരു പേരെടുക്കുക. കാരണം ആ പേരിലൂടെയാണ് ആ ബിസിനസ് അറിയപ്പെടുന്നത്, പലരും പറയേണ്ടത്. മനസ്സിലായില്ലേ? പലതരം ബിസിനസ്സുകളും
പേരിലൂടെ രക്ഷപ്പെട്ടു വന്ന ബിസിനസ്സിലുണ്ട്. അതിനുശേഷം ഒരു രണ്ടാമത്തെ സ്റ്റേജിൽ വന്നതിന് ശേഷം കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി കൺട്രോൾ ചെയ്ത് പിന്നെ ഒരു ലീഗൽ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ബിസിനസിന്റെ ഒരു പ്രൗഢ ഗംഭീരത്തിലോട്ട് വന്ന പല ബിസിനസ്സിലുണ്ട്. ആദ്യമൊക്കെ എങ്ങനെയെങ്കിലും ലാഭം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഒരുപാട് തെറ്റ് ചെയ്ത് വളർന്നു വന്ന ബിസിനസ്സുണ്ട്. ആ പേരിന്റെ സപ്പോർട്ടിൽ മെല്ലെ 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 വളർന്നു വരികയും പിന്നെ അതിനുശേഷം ഒരു സ്റ്റെബിലിറ്റി ആയതിനു ശേഷം അവർ തന്നെ കൂടുതൽ ആത്മാർത്ഥതയായി ആ ബിസിനസ്സിനെ നല്ല ലീഗലായിട്ട് പ്രൊസീവ് ചെയ്ത് അവർ ലീഗലായിട്ട് ആ ബിസിനസ്സിനെ കൊണ്ടുവന്ന് പ്രോഡക്റ്റ് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന പല ആൾക്കാരും എൻ്റെ എക്സ്പീരിയൻസിനകത്തും ഉണ്ട്. അപ്പോൾ പേരുകൾ ചിലർ പേര് ഉപയോഗിക്കുന്നു 23, 41 പോലത്തെ ഭാഗ്യകരമായ പേരുകളുണ്ട്. പക്ഷേ അതിൻ്റെ തൊട്ടടുത്തൊരു 6 കൂടെ ചേർത്ത് 44, 8 ശനിത വീഴുന്നു. പാമ്പും കട്ടയും പോലെയാണ്. മനസ്സിലായില്ലേ? പിന്നെ ഈ കയ്യിലൊക്കെ എഴുതി വെക്കുന്ന ടാറ്റു ഇല്ലേ, അതിനകത്ത് ന്യൂമറോളജി ഉണ്ട്. നിത്യക്ക് ടാറ്റു കൊണ്ടല്ലോ അല്ലേ, അതിനകത്തും ന്യൂമറോളജി ഉണ്ട്. കാരണം ഡിസ്പ്ലേ ചെയ്യുന്ന എന്തിനേയും നമുക്കെതിരിൽ നിന്ന് വായിക്കുന്ന ഒരു വ്യക്തി അയാൾ ഉണരുന്ന എന്ത് തരം എനർജിയാണോ അതിൽ നിന്നും നമുക്കൊരു ഫോഴ്സ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ ഈ 55 കുറിച്ച് പറയാറുണ്ട്. 55 ഒരു ശത്രുജയം തരുന്ന നമ്പറാണ് ന്യൂമറോളജിയിൽ. അപ്പോൾ പണ്ട് ഗ്രീക്ക് ഭടന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ പടച്ചിട്ടെങ്കിൽ 55 തെളിയിച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. കാരണം ശത്രുജയം തരുന്ന നമ്പറാണത്. ആ വിശ്വാസം ഈ ഗ്രീക്കൊക്കെ ന്യൂമറോളജിയുടെ ഏറ്റവും ടോപ്പസ്റ്റ് ആൾക്കാരാണ് അവിടെ ഉള്ളത്. നമ്മൾ ഭാരതം എല്ലാം കണ്ടുപിടിച്ചു എന്ന് അവകാശപ്പെടാൻ പറ്റില്ല. ഭാരതം അതേപോലെ തന്നെയാണ് ഹീബ്രു ബേസിലും മായൻസും ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ പണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമ്മുടേതായിട്ടുള്ള ഡെവലപ്മെൻറ്റ് കൂടുതലാണ്, നമ്മുടേതായിട്ടുള്ള വെളിപ്പെടുത്തൽ കൂടുതലാണ്, നമ്മുടേതായിട്ടുള്ള അന്വേഷണങ്ങൾ കൂടുതലാണ്. അതിൻ്റെ അർത്ഥം മറ്റാരും അന്വേഷിച്ചിട്ടില്ല, വെളിപ്പെടുത്തിയിട്ടൊന്നുമല്ല. ദൂര സമർത്ഥമായ പിരമിഡുകളുണ്ട്, അതിൻ്റെ പേരിൽ എന്തോ രഹസ്യങ്ങളുണ്ട്. അതെല്ലാം പാശ്ചാത്യ വിദേശികൾക്കും നമ്മളെപ്പോലെ പാരമ്പര്യമുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട് താനും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ നാടിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഒരു അഭിമാനം. അതുകൊണ്ട് ഭാരതം ഉയർന്ന സംസ്കാരം അങ്ങനെയൊക്കെ പറയുന്നെങ്കിലും മറ്റുള്ളവരും നമ്മുടെ നിരകളിലുണ്ട്, അവരുടേതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ഒരുപാടുണ്ട്. അതിൽ 55 കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ശത്രുജയം തരുന്ന നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾ കടന്നുകൂടി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിങ്ങൾ 1-ൽ 10-ലോ 19-ലോ 28-ാം തീയതി ജനിച്ച ഒരാൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ലൈഫ് പാത്തിൽ 1-ന്റെ സാന്നിധ്യം ഉണ്ട്, അല്ലെങ്കിൽ പേരിൽ 1-ന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ സക്സസ് ചെയ്ത് മൂവ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് പോക്കറ്റിൽ നിങ്ങൾക്ക് 55 വയ്ക്കാം. ജസ്റ്റ് സ്റ്റിക്കർ അത് ഡിസ്പ്ലേ ആകുമ്പോൾ മറ്റുള്ളവരുടെ വിചാരത്തിൽ നിന്ന് ഉണർന്നു വരുന്നൊരു എനർജി, ആ ഫോഴ്സ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. 55-ന്റെ ഓപ്പോസിറ്റ് നിൽക്കും ഭയക്കും. അതാ ശത്രു ചെയ്ത് തരുന്ന നമ്പർ എന്ന് പറയുന്നത്. ഭയന്ന് തോറ്റു പിന്മാറുന്നു എന്നല്ല പറയുന്നത്. ഒരു ചെറിയൊരു ഒരു ഇടവേള കിട്ടും എതിർപക്ഷത്തിന്. മനസ്സിലായില്ലേ? ഇനിയും ന്യൂമറോളജിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് തരും. ചോദിച്ചോളൂ, പറയാം. അപ്പം നമ്മുടെ ന്യൂമറോളജിയുടെ ചർച്ചകൾ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഇനിയും ഒരുപാട് ചോദ്യങ്ങളും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും ഉണ്ട്. എന്നാൽ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കും ഇതുപോലെയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ സാറിനെ കോൺടാക്റ്റ് ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയുടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായി വീണ്ടും കാണാം.